റെഡി? സോ ഫ്രണ്ട്സ്, പെലാജിക് നൊമാദിൻ്റെ വേർഷൻ 2 സ്പിന്നിങ് അതുപോലെ തന്നെ ബൈറ്റ് കാസ്റ്റിംഗ് റോഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളെന്താ പറയുക, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞൊരു 4-5 വർഷം മുന്നേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രാവൽ റോഡ് സീരീസ് ആയിരുന്നു പെലാജിക്കിൻ്റെ നൊമാദ് റോഡുകൾ. ഓക്കെ, ഇപ്പം നമുക്ക് അതിൻ്റെ വേർഷൻ 2 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ റോഡ് കോമ്പണൻറ്റോടും കൂടിയാണ് നമ്മൾ പുതിയ റോഡ് വന്നിട്ടുള്ളത്. നമുക്ക് 2 ടൈപ്പിൽ, സ്പിന്നിങ്ങിൽ 2 മോഡൽ. സ്പിന്നിങ്ങിൽ നമ്മൾ ഈ കാണുന്ന ബ്ലൂ കണ്ടില്ലേ, ഈ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ തീമിലാണ് നമുക്ക് സ്പിന്നിങ് വന്നിട്ടുള്ളത്. സ്പിന്നിങ്ങിൽ നമുക്ക് 7 ഫീറ്റിൽ മീഡിയം ഹെവി റോഡും അതുപോലെ തന്നെ 7 ഫീറ്റിൽ എക്സ്ട്രാ ഹെവി റോഡും നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഓറഞ്ച് ബ്ലാക്ക് തീമിലാണ് നമുക്ക് ബൈറ്റ് കാസ്റ്റിംഗ് സീരീസ് റോഡ് വന്നിട്ടുള്ളത്. ബൈറ്റ് കാസ്റ്റിംഗിലാണെങ്കിൽ 6.8 ഫീറ്റിലാണ്. ഓക്കെ, 6.8 ഫീറ്റിലാണ് ബൈറ്റ് കാസ്റ്റിംഗ് റോഡ് വന്നിട്ടുള്ളത്. 6.8 ഫീറ്റിൽ നമുക്ക് മീഡിയം ഹെവി റോഡും അതുപോലെ തന്നെ എക്സ്ട്രാ ഹെവി റോഡും വന്നിട്ടുണ്ട്. ഈ റോഡിൻ്റെ പ്രത്യേകത ഒന്ന്, നമ്മുടെ ഈ റോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ വാട്ടർ കണ്ടീഷനിലും എല്ലാ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിംഗിൾ റോഡ് മതി. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ലൂർ റേഞ്ചും അതുപോലെ തന്നെ ലൈൻ റേറ്റിംഗ് ഉള്ള റോഡാണ്. സോ ഇതിൻ്റെ ടെക്നോളജികളൊക്കെ ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് റോഡിൻ്റെ റോഡ് നമുക്ക് വരുന്നത് അങ്ങനെയല്ലേ, ഇതേപോലെയുള്ളൊരു ട്രാവൽ ബാഗിലാണ് നമുക്ക് ഈ റോഡ് വരുന്നത്. നമുക്ക് എല്ലാ 4 പീസും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ക്യാരി ചെയ്യാവുന്ന ട്രാവൽ ബാഗിലാണ് വരുന്നത്. നമുക്കൊരു ക്ലോസ്ഡ് ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ ക്ലോസ്ഡ് ലെങ്ത്ത് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ട്രോളി ബാഗിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന ട്രാവൽ ബാഗിൽ സിമിലർ നമ്മുടെ അയൺമാൻ്റെ റോഡുകൾ വരുന്ന സെയിം ട്രാവൽ ബാഗ്, ആൾമോസ്റ്റ് സിമിലർ ട്രാവൽ ബാഗിലാണ് നമ്മുടെ നൊമാദിൻ്റെ സ്പിന്നിങ് വേർഷന് 4 പീസ് ട്രാവൽ റോഡ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് റോഡിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് 9,000 റുപ്പീസാണ്, 8,999 റുപ്പീസാണ് നമുക്ക് ഈ ഒരു റോഡിന് വരുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു പ്രൈസ് നിങ്ങൾ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, സോ നമ്മുടെ ഈ റോഡ് ആദ്യം നമുക്ക് റോഡ് ഉണ്ടാക്കിയിട്ടുള്ള റോഡിൻ്റെ ബ്ലാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് 4010 തൊറേ കാർബൺ ബ്ലാങ്കിലാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ 4010 തൊറേ കാർബൺ ബ്ലാങ്കിൻ്റെ പ്രത്യേകത വെച്ചാൽ റോഡ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റോഡായിരിക്കും. കാരണം നമുക്കറിയാം തൊറേ കാർബൺ ബ്ലാങ്ക് സാധാരണഗതിയിൽ നിങ്ങളൊരു ബൈറ്റ് കാസ്റ്റിംഗ് റോഡ്, തൊറേ കാർബൺ ബ്ലാങ്കിൽ ഒരു ബൈറ്റ് കാസ്റ്റിംഗ് റോഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 20,000 റുപ്പീസ് അല്ലെങ്കിൽ 15,000 റുപ്പീസിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു സെയിം ബ്ലാങ്കിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം വലിയ മീനുകൾ, നമുക്കൊരു 20-25 kg മീനുകൾ നമ്മൾ ഓൾറെഡി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വെറും 120, 130, 140 ഗ്രാം വെയിറ്റുള്ള റോഡിൽ നമുക്ക് ഏകദേശം ഒരു 20-30 കിലോ വെയിറ്റുള്ള മീനുകളെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡായിരിക്കും, വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് തൊറേ കാർബൺ ബ്ലാങ്കിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, ഈ ഒരു ബ്ലാങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു വാർപ്പിങ്, ഒക്കൂമയുടെ UXR എന്ന് പറഞ്ഞിട്ടുള്ള അൾട്ടിമേറ്റ് എക്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള വാർപ്പിംഗ് ആണ് ഈ റോഡിന് വന്നിട്ടുള്ളത്. അത് ഒക്കൂമയുടെ ഫാക്ടറിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള റോഡാണിത്. ആ ഒരു UXR ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ ഫൈബർ കോട്ടിങ് റോഡിൻ്റെ ചുറ്റും എക്സ് ടൈപ്പിൽ 45 ഡിഗ്രിയിലെ ആംഗിളിൽ വാർപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റോഡ്. സോ നമുക്ക് റോഡിന് എക്സ്ട്രാ ഡബിൾ പവർ, അഡീഷണൽ പവർ കിട്ടുന്ന റോഡാണ്. അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡ് ടിപ്പും ആയിരിക്കും. പിന്നെ പൊതുവെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മോഡലാണ്. പിന്നീട് നമ്മൾ റോഡിൽ ഉപയോഗിച്ചിട്ടുള്ള റീൽ സെറ്റും അതുപോലെ ഗൈഡുകളിലോട്ടും വരികയാണെങ്കിൽ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിജിയുടെ ഹൈ ക്വാളിറ്റി ഫാസിലൈറ്റ് K ഗൈഡുകൾ കണ്ടില്ലേ, ഹൈ ക്വാളിറ്റി ഫാസിലൈറ്റ് K ഗൈഡുകളാണ് നമ്മൾ, ടാങ്കിൾ ഫ്രീ K ഗൈഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമോട് കൂടിയിട്ടുള്ള ഫാസിലൈറ്റ് ഗൈഡ് ഇൻസേർട്ടിൻ്റെ ആണ്. പിന്നീട് നമ്മൾ റീൽ സെറ്റിലോട്ട് വരികയാണെങ്കിൽ ഫിജിയുടെ DPS റീൽ സെറ്റ് കണ്ടില്ല, ഫിജിയുടെ DPS റീൽ സെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. M/cc എന്ന് പറഞ്ഞിട്ടുള്ള DPS റീൽ സെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ബൈറ്റ് കാസ്റ്റിങ്ങിലൊക്കെ കാണാൻ പറ്റും, നല്ല അടിപൊളിയായിട്ടുള്ള എർഗണോമിക് ഡിസൈനിൽ വന്നിട്ടുള്ള റീൽ സെറ്റാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന അറൗണ്ട് 20,000 റുപ്പീസ് വരുന്ന ബൈറ്റ് കാസ്റ്റിംഗ് റോഡിൻ്റെ സെയിം റീൽ സെറ്റാണ് 9,000 റുപ്പീസ് വരുന്ന ഈ ഒരു നമ്മുടെ പെലാജിക് നൊമാദ് വേർഷൻ 2 ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഫിജിയുടെ റീൽ സെറ്റ്, ഫിജിയുടെ ഗൈഡുകൾ, തൊറേ കാർബൺ ബ്ലാങ്ക്, ഒക്കൂമയുടെ UXR അൾട്ടിമേറ്റ് എക്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ടെക്നോളജിയിലാണ് ഈ റോഡ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ റോഡുകൾ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ബൈറ്റ് കാസ്റ്റിംഗ് മോഡലിലാണെങ്കിൽ നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. 6.8 ഫീറ്റിലാണ് ബൈറ്റ് കാസ്റ്റിംഗ് മോഡൽ വന്നിട്ടുള്ളത്. 6.8 ഫീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും ഉപയോഗിക്കാവുന്ന, നമുക്ക് എന്താ പറയുക, സ്നേക്ക് ഹെഡ് മുതൽ ഗോൾഡൻ മഷീർ, ബാറാമുണ്ടി, ഈവൻ ട്രിവാലി വരെ പിടിക്കാവുന്ന റോഡാണ്. നമുക്ക് മീഡിയം ഹെവി റോഡ് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈൻ റേറ്റിംഗ് വരുന്നത്
15 to 30 lb ആണ് ലൈൻ റേറ്റിംഗ് വരുന്നത്. 10 to 40 ഗ്രാം വരെ നമുക്ക് കാസ്റ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. 10 to 40 ഗ്രാം കാസ്റ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. റോഡിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 125 ഗ്രാമേ റോഡിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഇനി നമ്മൾ എക്സ്ട്രാ ഹെവി റോഡിലോട്ട് വരികയാണെങ്കിൽ എക്സ്ട്രാ ഹെവി 50 lb വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 15 to 50 ഗ്രാം വരെ നമുക്ക് കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആകെ 140 ഗ്രാമേ റോഡിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതായത് 140 ഗ്രാമുള്ള റോഡ് വെയിറ്റിൽ നമുക്ക് ഏകദേശം 20-25 കിലോ ഉള്ള മീനുകൾ നമുക്ക് പിടിക്കാൻ പറ്റും. ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. സോ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വിൽ ബി കമ്മിങ്. ഇനി നമ്മൾ സ്പിന്നിങ്ങിലോട്ട് വരികയാണെങ്കിൽ സ്പിന്നിങ് വരുന്നത് 4 പീസ്. നമ്മൾ സ്പിന്നിങ് നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിലാണ് സ്പിന്നിങ് വരുന്നത്. ബ്ലൂ തീമിലാണ് സ്പിന്നിങ് വരുന്നത്. സ്പിന്നിങ് നമ്മൾ ഉപയോഗിച്ചുള്ള 7 ഫീറ്റ് റോഡാണ്. 7 ഫീറ്റ് റോഡിലാണ് സ്പിന്നിങ് വന്നിട്ടുള്ളത്. എം എച്ചിലാണെങ്കിൽ 15 to 30 lb ആണ് ലൈൻ റേറ്റിംഗ് വരുന്നത്. 10 to 40 ഗ്രാം വരെ നമുക്ക് കാസ്റ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ റോഡിൻ്റെ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ആകെ 145 ഗ്രാം റോഡിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. എക്സ്ട്രാ ഹെവി റോഡാണെങ്കിൽ ആകെ 155 ഗ്രാം എക്സ്ട്രാ ഹെവി റോഡിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. 50 ഗ്രാം വരെ നമുക്ക് കാസ്റ്റിംഗ് 15 to 50 ഗ്രാം വരെ നമുക്ക് കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. 50 lb ആണ് മാക്സിമം ലൈൻ റേറ്റിംഗ്. സോ ഒരു സിംഗിൾ റോഡ് നിങ്ങളുടെ സാൾട്ട് വാട്ടർ പർപ്പസിലും അതുപോലെ ഫ്രഷ് വാട്ടർ പർപ്പസിലും ബാറാമുണ്ടി, സ്നേക്ക്, അതേപോലെ തന്നെ സ്നാപ്പർ, ഗോൾഡൻ മഷീർ, ബ്ലൂഫിൻ മഷീർ, എനി ഫിഷ് ഫോർ ദാറ്റ് മാറ്റർ നിങ്ങൾക്ക് കൊണ്ട് നടക്കാവുന്ന 4 പീസ് ട്രാവൽ റോഡ്. ഇനി നമുക്കിതിൻ്റെ വാരണ്ടി സർവീസിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഈ ഒരു റോഡിന് നൊമാദ് വേർഷൻ പ്രോക്ക് നമുക്ക് 1 year ലിമിറ്റഡ് വാരണ്ടി വരുന്നുണ്ട്. എല്ലാ ഓരോ റോഡുകളും സ്പെഷ്യലി ആയിട്ട് നമ്മുടെ സീരിയൽ നമ്പറോട് കൂടിയാണ് റോഡ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം റോഡിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് പീസ് പൊട്ടുകയാണെങ്കിൽ നമുക്കത് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് 1 yearനുള്ളിൽ മാറ്റി തരുന്നതാണ്. പക്ഷേ പൊട്ടുന്നത് നിങ്ങളുടെ നമ്മുടെ യൂസേജിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ എടുക്കോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈൻ റേറ്റിങ്ങോ ലോ റേറ്റിങ്ങോ കൂടുതൽ ഉപയോഗിച്ചിട്ടോ പൊട്ടുകയാണെങ്കിൽ നമ്മൾ മാറ്റി തരുന്നതല്ല. സോ അല്ലാതെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം എന്തെങ്കിലും പൊട്ടുകയാണെങ്കിൽ 1 yearനുള്ളിൽ നിങ്ങൾക്ക് മാറ്റി കിട്ടും. അതുമാത്രമല്ല നമുക്കിതിൻ്റെ സർവീസിലോട്ട് വരികയാണെങ്കിൽ റോഡിൻ്റെ എല്ലാ പാർട്സുകളും 20% റോഡ് കോസ്റ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പീസ് പൊട്ടണമെങ്കിൽ ആ ഒരു പീസ് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ റോഡിൻ്റെ പ്രത്യേകത നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ക്വാളിറ്റി സർവീസ് രണ്ടും കിട്ടുന്ന ബൈറ്റ് കാസ്റ്റിങ്ങിലും സ്പിന്നിങ്ങിലും ആകെ 9000 റുപ്പീസിന് തൊറേ കാർബൺ ബ്ലാങ്കിൽ വരുന്ന റോഡ് നമ്മൾ ടാക്കിൾ ടിപ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ടാക്കിൾ ടിപ്സിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള tackletipsIN കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ ഫുൾ ഫ്യൂച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. So thanks for watching. Happy fishing.